എത്തിയപ്പോൾ UDF, LDF, NDA സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് തിരുമാറാടി VHSSലും, സാബു കെ ജേക്കബ് MKM സ്കൂളിലും, ജിബി എബ്രഹാം വെട്ടിക്കൽ OEN ബൂത്തിലും സമ്മതിദാനം വിനിയോഗിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാറും കൂത്താട്ടുകുളത്തെ കള്ളവോട്ട് പരാതിയും ഒഴിച്ചു നിർത്തിയാൽ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. മണ്ഡലത്തിലെമ്പാടും വോട്ടർമാരുടെ മികച്ച പങ്കാളിത്തമാണ് ദൃശ്യമായത്. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര കാണാമായിരുന്നു. ഉച്ചവരെ എല്ലാ ബൂത്തുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഉച്ച കഴിഞ്ഞതോടെ തിരക്ക് കുറഞ്ഞു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് കുടുംബസമേതമെത്തി തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 175 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ അനില അനൂപ്, അമ്മ ഡെയ്സി ജേക്കബ്, കന്നി വോട്ടറായ മകൻ TM ജേക്കബ് എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇലക്ഷന് UDFന് വലിയൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. പിറവം നിയോജകമണ്ഡലത്തിലും കേരളത്തിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും മികച്ച വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത്. 100 സീറ്റിന് ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും. ഉയർന്ന പോളിംഗ് ശതമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പോളിംഗ് ശതമാനം ഏത് നിലയിലാണെങ്കിലും ഉയരാൻ തന്നെയാണ് സാധ്യത. പോളിംഗ് ശതമാനം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് UDFന് കുറച്ചുകൂടെ മികവാർന്ന വിജയത്തിലേക്ക് എത്തും. ശതമാനം ഏതാണെങ്കിലും വിജയം UDFൻ്റേതാണ്. LDF സ്ഥാനാർത്ഥി സാബു കെ ജേക്കബ് പിറവം MKM സ്കൂളിലും, NDA സ്ഥാനാർത്ഥി ജിബി എബ്രഹാം വെട്ടിക്കൽ OEN 56 നമ്പർ ബൂത്തിലും വോട്ട് ചെയ്തു. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. കാരണം ഇനി 206 ബൂത്തുകളിലേക്കും എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. പ്രശസ്ത നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി ഇലഞ്ഞി ആലപ്പുരം ഗവൺമെന്റ് LP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്യൽ എന്ന നമ്മുടെ അവകാശം അത് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കുക. ഈ 84 വയസ്സായ അമ്മയും കൂട്ടിക്കൊണ്ട് ഞാൻ വന്നതും അമ്മ നമുക്ക് മാതൃകയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ അഭിപ്രായം, നമ്മുടെ നിലപാട് കൃത്യമായി പറയാൻ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംവിധാനമാണ്. ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. വിജയം UDFന്റേത് മാത്രമാണെന്നും സംസ്ഥാനത്ത് മുന്നണി 100ലധികം സീറ്റുകൾ നേടുമെന്നും അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് പറഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും മണ്ഡലത്തിൽ LDFന് അനുകൂലമായ തരംഗമാണെന്നും സാബു കെ ജേക്കബ് പ്രതികരിച്ചു. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും ജനങ്ങൾ NDA പിന്തുണയ്ക്കുമെന്നും NDA സ്ഥാനാർത്ഥി ജിബി എബ്രഹാം വ്യക്തമാക്കി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ മൂലം പോളിംഗ് തടസ്സപ്പെട്ടിരുന്നു. പാമ്പാക്കുട, രാമമംഗലം, അരക്കുന്നം സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിൽ യന്ത്ര തകരാറിനെ തുടർന്ന് മെഷീനുകൾ മാറ്റിവെക്കേണ്ടി വന്നു. പിറവം MKM സ്കൂൾ, കുന്നുപുറം സ്കൂൾ എന്നിവിടങ്ങളിലും യന്ത്രങ്ങൾ ചെറിയ തോതിൽ പണിമുടക്കി. മിക്ക ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് വേഗത കുറവാണെന്ന പരാതിയും ഉയർന്നു. കൂത്താട്ടുകുളം ഗവൺമെന്റ് UP സ്കൂളിലെ 194 നമ്പർ ബൂത്തിൽ തന്റെ വോട്ട് മറ്റാരോ ചെയ്തതായി വോട്ടർ പരാതിപ്പെട്ടത് ചെറിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ടാക്കി. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.